ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പ്രൈവറ്റായി പേഴ്സണൽ റീഡിംഗ് സെഷൻ ചെയ്യാം. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്കിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പറും ആവാം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓവറോൾ മെസ്സേജ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ മെസ്സേജ് അക്വേരിയസ്, ഓവറോൾ മെസ്സേജ് നിങ്ങളുടെ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ മ്യൂച്വൽ സിറ്റുവേഷൻ ഈ സമയത്ത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹെർമിറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫൂൾ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മജിഷ്യൻ. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ പേജ് ഓഫ് സ്വേർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ എക്വേരിയസ്, ഞാനിവിടെ കാണുന്നത് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കുറേ ഒരു ലവിങ്, മെച്ചോർ, ഇമോഷണലി സ്റ്റേബിൾ എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് ഈ പേഴ്സണോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതാണ് എനിക്ക് തോന്നുന്നത്. കിങ് ഓഫ് കപ്സ് കുറച്ചൊരു ഷൈ ടൈപ്പ് ഓഫ് എനർജിയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എന്താണ് ഇവിടെ എനർജി കാണുന്നത്? 2 ഓഫ് കപ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഡീപ്പാണ്. പക്ഷെ ഇതുവരെ നിങ്ങൾ അവരോട് ആ ഇൻറ്റൻസിറ്റി അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾ എത്ര ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കെയർ ചെയ്യണമെന്ന്. ആ ഇൻറ്റൻസിറ്റി ഈ പേഴ്സണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആൻഡ് ഈ ഫീലിംഗ് നിങ്ങൾക്ക് ഈ പേഴ്സണുള്ള ഫീലിംഗ് കുറേ സമയമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ കുറേ മുമ്പേ തൊട്ടിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ മേ ബി നിങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നില്ല, ഓറൽസ് ഫ്രണ്ട്സ് ആണെച്ചാലും നിങ്ങൾ കുറേ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഇവരോട് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വെച്ചാലും എന്തോ ഒരു എനർജി ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ തുറന്ന് ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് മുഴുവനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇല്ല ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഡീപ്പാണ്. ഈ പേഴ്സൻ്റെ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് എനർജി. ഇൻ ആൻഡ് ഔട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഓൺ ആൻഡ് ഓഫ് മാതിരി ഒരു എനർജി. ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ പ്രയോറിറ്റീസും ഉണ്ട്. ടവർ ഉണ്ട് ഇവിടെ, സ്കോർപ്പിയോ എനർജി ആൻഡ് മൂൺ. ഈ പേഴ്സൻ്റെ ലൈഫിൽ റീസെൻ്റ്ലി ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇവർ വേറെ ആരുടെയോ കൂടെ മേ ബി ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഓഫ് ആയിട്ടുണ്ട്. ആൻഡ് ഈ സമയം അവർ കുറേ ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്യണത്, കുറേ വൾണറബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ മേ ബി ഇത് അവർ മുമ്പേ റിയലൈസ് ചെയ്തിട്ടില്ല. ആ റിയലൈസേഷൻ അവർക്ക് ഇപ്പോഴാണ് ഉണ്ടാവുന്നത്. ആൻഡ് അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ കുറേ ഒരു ക്ലാരിറ്റി ഇല്ല ഈ സമയത്ത്. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ചാവുമ്പോൾ, കുറേ ഫീലിങ്സ് ഒരുമിച്ചാവുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ട് അവരുടെ മനസ്സിൽ. അവർക്ക് തന്നെ അവരുടെ ഫീലിങ്സ് മനസ്സിലാവാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ ഫീലിങ്സ് കൺഫ്യൂസ്ഡ് ആണ് ഈ സമയത്ത്. നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ
കറണ്ട് സിറ്റുവേഷൻ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ എനർജി വൈസും ഞാൻ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ. പക്ഷെ അതുവരെ ഈ ആ ജംഗ്ഷൻ വരെ ഇത് എത്തിയിട്ടില്ല. ഓക്കെ, പക്ഷെ എനർജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഒരു ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനർജി. അപ്പോൾ ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഈ പുതിയ ബിഗിനിങ് കുറെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ആൻഡ് എംപ്രർ. അപ്പോൾ എംപ്രർ ഏരീസ് എനർജിയാണ്. 5 ഓഫ് കപ്സ് ഒരു ലോസിന്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ സൈഡിലും നിങ്ങൾ ഈ പേഴ്സണിനെ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണെ എപ്പോഴും ഇഷ്ടമായിരുന്നു, പക്ഷെ അവർ വേറെ ആരുടെ കൂടെ ആയിരുന്നു. മേ ബി സമയം ശരിയായിരുന്നില്ല, നിങ്ങൾ രണ്ടാളുടെയും ടൈമിങ് ശരിയാവുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസിന്റെ കാരണം നിങ്ങൾ ഒരുമിച്ച് വന്നില്ല. പക്ഷെ ഇപ്പോൾ ആ യൂണിവേഴ്സ് ആദ്യം അലൈൻ ചെയ്യണു, എല്ലാം നിങ്ങളുടെ രണ്ടാളുടെയും ലൈഫ് ഒരുമിച്ച് കൊണ്ടുവരണു. ആൻഡ് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട് വേർ നിങ്ങൾ ആദ്യം ഇതിനെ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് വേണമെച്ചാൽ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഹെർമിറ്റ് ആണ്. അപ്പം നിങ്ങൾ ഈ പേഴ്സണിൻ്റെ അടുത്തുനിന്ന് സെപ്പറേറ്റഡ് ആയാലും എപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സൺ അവരെ കുറിച്ച് തന്നെ ആയിരുന്നു നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൺ കുറേ ഒരു പ്രോമിനൻറ്റ് പേഴ്സൺ ആയിരുന്നു. നിങ്ങൾ വേറെ ആരുടെയോ കൂടെ ആയിരുന്നു വെച്ചാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഒരിക്കലും നിങ്ങൾ മറന്നിട്ടില്ല, അവരുടെ എപ്പോഴും ആ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. ലവേഴ്സ്, നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ജെമിനി എനർജി ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് എപ്പോഴും ഒരു ഹെസിറ്റേഷൻ, ഒരു സ്ലോ മൂവിങ് എനർജിയിലായിരുന്നു നിങ്ങൾ. ഞാൻ പറഞ്ഞ മാതിരി ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നിങ്ങൾ റെഡി ആവുമ്പോൾ അവർ റെഡി ആയിരുന്നില്ല. മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവുമ്പോൾ അവർ സിംഗിൾ ആയിരുന്നു, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമ്പോൾ നിങ്ങൾ സിംഗിൾ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ ഒരു മിസ് ടൈമിങ്സ് അങ്ങനെ ഞാൻ കുറേ കാണുന്നുണ്ട്. ഈ പേഴ്സണും എവിടെയോ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഷുവർ ആയിരുന്നില്ല നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇപ്പോഴും അവർ വെയിറ്റ് ആണ് ചെയ്യണത്. അത് നിങ്ങളുടെ സൈഡിന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവുമോ എന്ന് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഇവരും അവരുടെ ഫീലിങ്സിനെ ഹൈഡാണ് ചെയ്യണത്, തുറന്ന് പറയുന്നില്ല. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പോൾ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പോൾ ഒരു റെസ്റ്റ്ലെസ്നെസ് കാണാണ്ട്. ആൻഡ് അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല വെച്ചാലും വെരി സൂൺ അവർ അത് റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ എനർജി ഇപ്പോൾ കുറച്ചുകൂടി ഒരു ആങ്ഷ്യസ് മാതിരി ഒരു എനർജി ആയിട്ട് ആണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ഇമ്പൾസീവ്നെസ് ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഇതെവിടെയാ പോകണത് പറഞ്ഞാൽ ഇതിലൊരു സ്കോപ്പ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സണും നിങ്ങളെ സീക്രറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫൂൾ ഏരീസ് എനർജിയാണ് ഇവിടെ. 7 ഓഫ് സോഡ്സ്, നിങ്ങൾക്ക് ഇതൊക്കെ വേണം, പക്ഷെ അതിന് നിങ്ങൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അതാണ് പ്രോബ്ലം. എന്നുവെച്ചാൽ ഇവിടെ ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജി ഉണ്ട്. നിങ്ങൾ ഫീൽ ചെയ്യണ കാട്ടിലും കുറേ നിങ്ങൾ അതിനെ ഇഗ്നോർ ആണ് ചെയ്യണം. നിങ്ങളുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യണു. അതിനെ സീരിയസ്ലി ആയിട്ടല്ല നിങ്ങൾ കൺസിഡർ ചെയ്യണത്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ കാണിക്കണത് വേറെയാണ്. നിങ്ങൾ കാണിക്കണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്ര ഈ പേഴ്സൺ ഇഷ്ടമല്ല ഇല്ല വെച്ചാൽ അങ്ങനെ ഒരു കുറേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങളുടെ എനർജി ഞാൻ കാണുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറമാണ് നിങ്ങളുടെ ഫീലിങ്സ് ഉള്ളത്. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ കുറേ ഡീപ്ലി ലവ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാണിക്കണത് വേറെ. അപ്പോൾ ഇവിടെ മജിഷ്യൻ ഈ പേഴ്സണിൻ്റെ എനർജി എന്താണ്? ജെമിനി എനർജിയാണ് ഇത്. ജസ്റ്റിസ്, ലീബ്ര എനർജി. അപ്പോൾ ഈ പേഴ്സണിന് അവർക്കും ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം എന്നുണ്ട്, ബാലൻസ് വേണം എന്നുണ്ട്, മാരേജ് വേണം എന്നുണ്ട്. പക്ഷെ അവരും ഒരു ആക്ഷനും എടുക്കണില്ല. അവരും ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇൻറ്റൻഷൻ ഒരുമാതിരി തന്നെയാണ്. ഒരു ആക്ഷൻ എടുക്കാണ്ട് ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതാണ് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിലുള്ള ഇൻറ്റൻഷൻ. ആക്ഷൻ എടുക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ സൈഡിൽ. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്. നിങ്ങൾക്ക്
നിങ്ങൾ ഈ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയനെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും, ഇല്ലാച്ചാൽ അവർക്ക് കുറച്ച് ചില ഹിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജിയിലെ ക്വീൻ ഓഫ് വാൻസ് ആണ്. ഇത് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. പക്ഷെ നിങ്ങളുടെ ആദ്യം നോക്കാം പേജ് സോഡ് എന്താണ് ഇവിടെ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഇന്നർ സ്ട്രെങ്ത്തിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണോ എന്ന് വെച്ചാൽ ഇതിൽ കുറേ കറേജ് വേണം ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ. അപ്പോൾ അതിൻ്റെ ആ കറേജിനെ നിങ്ങൾ ഗ്യാദർ ചെയ്യണോ, ആ കറേജിനെ നിങ്ങൾ ടാപ്പ് ചെയ്യണോ. ആൻഡ് ഈ പേഴ്സണിൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സ് ആരാണ്, അവർക്ക് എന്താണ് ഇഷ്ടം. അപ്പോൾ അക്കോർഡിംഗ്ലി നിങ്ങൾ ഈ പേഴ്സണോട് അപ്രോച്ച് ചെയ്യും, അവരോട് സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ. ഈ പേഴ്സൻ്റെ ആക്ഷനിലെ ക്വീൻ ഓഫ് വാൻസ് എന്താണ്? 6 ഓഫ് വാൻസ്. ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പം അത് സൂക്ഷിക്കണം. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ വേണ്ടേ. പക്ഷെ ആദ്യം അതൊരു മിസ് ടൈമിങ് ആവാൻ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഒരു ആക്ഷൻ എടുക്കും, പക്ഷെ അത് ഡൗട്ട് പറഞ്ഞാൽ അറിയില്ല, ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. സോറി, ഔട്ട്കം ഇവിടെ ഡെവിലാണ്. ഡെവിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ രണ്ടാളും ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഒരു ആക്ഷനും എടുക്കാണ്ട് നിങ്ങൾ ആ ക്രോസ് റോഡ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു ഈസി സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സണും തുറന്ന് സംസാരിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യും. പക്ഷെ അത് നിങ്ങൾ രണ്ടാളും ചെയ്യാത്തതുകൊണ്ട് ഇതൊരു സ്റ്റാഗ്നൻ്റ് ആയി സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു ടോക്സിക് സിറ്റുവേഷൻ ആവണം. അപ്പോൾ ഈ ചോയ്സ് ആക്ച്വലി നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ ഈ പേഴ്സണോട് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ഔട്ട് ആവും. ഓക്കെ, ഇതിൻ്റെ ഔട്ട്കം ചേഞ്ച് ആവും. പക്ഷെ അത് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് മെസ്സേജസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് മെസ്സേജസ് ഉള്ളത്? ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഇഫ് യു I left you before you could leave me. I know that I crossed the line with you and it was my fault but I blamed you. അപ്പോൾ ഇതാണ് മെസ്സേജസ് അവരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, കാപ്രിക്കോൺ, വെർഗോ, ക്യാൻസർ, സ്കോർപ്പിയോ, ഏരീസ് ഞാൻ പറഞ്ഞു, പൈസീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.